خير من النوم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. قال النبي صلى الله عليه وسلم: إذا ترك الرجل فريضة واحدة متعمدا كتب اسمه على باب النار فلان لا بد له من دخوله النار. قم في الدجى وطل الكتاب ولا تنم إلا كنومة حائر ولهاني، فلربما تأتي المنية بغتة وتساق من فرش إلى الأكفان. يا حبذا عينان في غسق الدجى من خشية الرحمن باكيتان. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ റജബിലെ വെള്ളിയാഴ്ചയിലാണ് നാം എല്ലാവരും ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനവും അനുബന്ധ കാര്യങ്ങളും നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടും വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെയധികം പവിത്രധന്യമായ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. പരിശുദ്ധമായ റജബ് മാസം പകുതി നമ്മോട് വിട പറയുമ്പോൾ റമളാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മുടെ ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബായി കഴിഞ്ഞാൽ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, പടച്ചോനെ ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ് എന്ന്. അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാനും റമളാനിൻ്റെ ആത്മീയ ചൈതന്യങ്ങളെ സ്വീകരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 10 വർഷവും 3 മാസവും പിന്നിട്ടപ്പോൾ അല്ലാഹു തആല റജബ് 27 ഒരു യാത്ര സംവിധാനിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്റാ മിഅ്റാജ് യാത്ര. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് കൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. റജബ് 27 അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഒന്നാണ് 5 നേരത്തെ നിസ്കാരം.
ഓരോ മുസ്ലിമിനും, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഓരോ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണല്ലോ. ഈ റജബ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ, റജബ് 27 നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ, പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികവും കൂടെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി ഫിൽ ഇസ്ലാം. ഓ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, അസ്വലാത്തു ലിവഖ്തിഹ. നിസ്കാരം സമയത്ത് നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള കാര്യം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ തറക സ്വലാത്ത, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഫലാ ദീന ലഹു, അവൻക്ക് ഇസ്ലാമില്ല, അവന് ദീനില്ല. കാരണം അസ്വലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ദീനിന്റെ തൂണാകുന്നു. ആ തൂണില്ലാതെ അവന് ദീനുണ്ടാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ തറക സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും മനഃപൂർവം ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഅ മിനല്ലാഹി വബരി അല്ലാഹു മിൻഹു, അല്ലാഹു തആല അവനിൽ നിന്ന് ഒഴിവാകുന്നതാണ്. പ്രിയമുള്ളവരെ, പല ആളുകളും പറയുന്നതായി കേട്ടിട്ടുണ്ട്, പലരും വന്നുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ജോലിയിൽ ബർക്കത്തില്ല, കുടുംബത്ത് ഐശ്വര്യമില്ല, എപ്പോഴും അസുഖങ്ങളാണ്, കടങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല, അങ്ങനെ തുടങ്ങി ഒരു 100 കണക്കിനുള്ള പ്രയാസങ്ങൾ പറയാറുണ്ട്. ഉസ്താദേ എന്തെങ്കിലും ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ചൊല്ലാൻ തരണം, അല്ലെങ്കിൽ ബറക്കത്തിന് എന്തെങ്കിലും ഉസ്താദ് ചെയ്തു തരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിക്കല്, നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ? ഇന്നിപ്പോൾ അസറായില്ല, ളുഹ്ർ നിസ്കരിച്ചോ എന്ന് പറയും. അപ്പൊ പതുക്കെ അവർ തല താഴ്ത്തിക്കളയും. ഒരാള് മൻ തറക സ്വലാത്തൻ വാഹിദൻ, ഒരാളൊരു നിസ്കാരം ഒഴിവാക്കിയാൽ, മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരാളൊരു നിസ്കാരം ഒഴിവാക്കിയാൽ, ഫഖദ് ബരിഅ മിനല്ലാഹി വബരിഅ അല്ലാഹു മിൻഹു, അല്ലാഹു തആല അവനെ തൊട്ട് ഒഴിവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു ഒഴിവാക്കിയ കേസ് പിന്നെ നമുക്കെന്തെങ്കിലും ചൊല്ലാൻ തന്നതുകൊണ്ട് അത് മാറും? അതുകൊണ്ട് അള്ളാഹു നിന്നെ ഏറ്റെടുക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിഅമത്ത് നിനക്ക് ചൊരിയണമെങ്കിൽ നീ നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു 100 പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹു നിന്നെ തൊട്ട് ഒഴിവാണ്. അള്ളാഹുവിൻ്റെ പരിഗണനയിൽ നിന്ന് നീ ഒഴിവാണ് മോനെ. അള്ളാഹു ഒഴിവാക്കിയത് പിന്നെ നമ്മൾ എങ്ങനെയാ കൂട്ടിച്ചേർക്കുക? അതുകൊണ്ട് നീ നിസ്കരിക്കന്നെ വേണം. ആദ്യം നീ നിസ്കരിക്ക്. 5 നേരം നല്ല മട്ടത്തില് ചിട്ടയില് സമയാസമയത്തിന് നിസ്കരിക്ക്. അപ്പോൾ നിനക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആ ദിവസം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണവൻ. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും നിസ്കാരം മുറ പോലെ ചിട്ടയോടുകൂടെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ് വന്നുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, യാ നബിയല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ,
ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എൻ്റെ തൗബയെ സ്വീകരിക്കാൻ അങ്ങ് എനിക്ക് ദുആ ചെയ്തു തരണം നബിയേ എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസ നബി ചോദിച്ചു, മോളെ, നീ ചെയ്ത പാപം എന്താണ്? ആ പെണ്ണ് പറഞ്ഞു, ഇന്നി ജനയിത്തു, ഞാൻ വ്യഭിചരിച്ചു നബിയെ. ആ വ്യഭിചാരത്തിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഫഖതൽതുഹു, എനിക്കുണ്ടായ ആ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞു നബിയേ. ഇത് കേട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു, ഉഖ്റുജി യാ ഫാജിറ, ഓ തെമ്മാടിച്ചിയായ പെണ്ണെ, ഇറങ്ങിപ്പോയി ഇവിടുന്ന്. ലാ തൻസിൽ നാറും മിനസ് സമാഇ ഫതഹ്രിഖുനാ ബിശുഉമിക്, പെണ്ണെ നീ ഇറങ്ങിപ്പോയിക്കോ, നീ കാരണം ആകാശത്തിൽ നിന്ന് തീയിറങ്ങി ഞങ്ങളെ കരിക്കാതിരിക്കട്ടെ. അത്രയും വലിയ തെറ്റാണല്ലോ നീ ചെയ്തിട്ടുള്ളത്. ആ വന്ന സ്ത്രീ ദുഃഖത്തോടുകൂടെ മടങ്ങിപ്പോയി. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയ ഒരു സ്ത്രീയെ എന്തിനാണ് താങ്കൾ മടക്കി അയച്ചത് എന്ന് അള്ളാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖേദിച്ചുകൊണ്ട് വന്ന മനസ്സല്ലേ, ആ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ പെണ്ണല്ലേ, അങ്ങ് ആ സ്ത്രീയെ മടക്കാൻ പാടില്ലായിരുന്നു നബിയെ. എന്തിനാണ് അങ്ങ് മടക്കിയതെന്ന് അള്ളാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മൂസ നബിയേ, ആ പെണ്ണിനേക്കാൾ മോശപ്പെട്ട ആളുകളുണ്ട് നബിയേ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, വമൻ ഹുവ ശർറും മിൻഹാ, അവളേക്കാൾ മോശപ്പെട്ട ആളുകൾ ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, താരിഖുസ്സലാ ആമിദം മുതഅമ്മിദാ, നിസ്കാരം മനഃപൂർവം ഉപേക്ഷിച്ച ആളുകളുണ്ടല്ലോ, വ്യഭിചാരത്തിൽ ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിയെ കൊന്നുകളഞ്ഞതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബിയോട് പറയുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ട ആളുകൾ മനഃപൂർവം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും പറയുകയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ ശാപം നാം വാങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നവന് അന്ത്യനാളിൽ അല്ലാഹു തആല വലിയ പ്രകാശവും തെളിവും രക്ഷയും നൽകും. എന്നാൽ നിസ്കാരത്തെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല അന്ത്യനാളിൽ ഒരു രക്ഷയും നൽകുകയില്ല, ഒരു പ്രകാശവും നൽകുകയില്ല. അവൻ അന്ത്യനാളിൽ ഫിറഔനിനും ഹാമാനിനും ഖാറൂനിനും ഉബയ്യ് ഇബ്നു ഖലഫിനും കൂടെയായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. എന്താ ഈ 4 പേരെ പ്രത്യേകം പറയാനുള്ള കാരണം? ഇവർ കാഫിരീങ്ങളുടെ നേതാവാണ്. നാളെ നരകത്തിൽ ടോപ്പ് ക്ലാസ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളാണ് ഈ 4 ആളുകൾ. കച്ചവടത്തിന് വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടോ? കടടച്ചിടാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, കച്ചവടം നഷ്ടപ്പെടും. അള്ളാഹുവിനോടുള്ള ബാധ്യത വീട്ടാതെ കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടോ? എന്നാൽ അവർ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കും. അധികാരത്തിനു വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടോ? എന്നാൽ അവർ ഫിർഔനിന്റെ കൂടെയായിരിക്കും. സമ്പത്തിനു വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടോ? എന്നാൽ അവർ ഖാറൂനിന്റെ കൂടെയായിരിക്കും. നേതാവാകാൻ വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടോ? എന്നാൽ അവൻ ഹാമാനിന്റെ കൂടെയായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ.
എങ്ങനെയാ നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ തോന്നുന്നത്? നിസ്കാരം എങ്ങനെയാ ഉപേക്ഷിക്കാൻ തോന്നുന്നത്? ചില ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കായിരിക്കും, ഒരു പണി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു നിസ്കരിക്കൂല സമയത്തിന്. പടച്ചോനെ, എത്രമാത്രം ഖൽബ് ഈമാനിൽ നിന്ന് അകന്നിട്ട് വേണം നിസ്കരിക്കാതിരിക്കാൻ. നീ എത്ര വലിയ തിരക്കുണ്ടെങ്കിൽ പോലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, അബുൽ ഹുസൈനുൽ ഇമ്രാനി യമനിലെ പ്രസിദ്ധനായ ഷാഫിഈ പണ്ഡിതനാണ്. ഒരുപാട് കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹിജ്റ 558 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട അബുൽ ഹുസൈനുൽ ഇമ്രാനി. അദ്ദേഹം റബീഉൽ ആഖിറ മാസത്തിൽ ഒരു ഞായറാഴ്ച സുബ്ഹിക്ക് മുമ്പാണ് മഹാനവറുകൾക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗം വരുന്നത്. ആ രോഗത്തിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. മരണശയ്യയിൽ നിസ്കാരത്തിന്റെ സമയം അദ്ദേഹം അന്വേഷിക്കുന്നു. വലിയ വേദനയാണ്, വയറുവേദനയാണ്. സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നത്, നിസ്കാരത്തിന്റെ സമയായോ, നിസ്കാരത്തിന്റെ സമയായോ, നിസ്കാരത്തിന്റെ സമയായോ എന്ന. ആ മരണശയ്യയിൽ പോലും നിസ്കാരത്തിന്റെ സമയം അന്വേഷിക്കുകയും ആംഗ്യം കാട്ടി നിസ്കരിക്കുകയും ചെയ്തിരുന്നു മഹാനവറുകൾ. ചെറിയ നിസ്സാരമായിട്ടുള്ള ചെറിയ അസുഖം വരുമ്പോഴേക്കും നിസ്കാരം കളാക്കുന്ന എത്ര ആളുകളാണ് ഉള്ളത്? അസുഖമൊന്നും ഇല്ലാതെ വെറുതെ നിസ്കാരം കളാക്കുന്ന ആളുകൾ എത്രയാ ഉള്ളത്? മഹാന്മാരായ ആളുകൾ അവർ നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്തിപ്പോയി. ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് കരയുകയാണ്. കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, മരണത്തെ പേടിച്ചുകൊണ്ടല്ല, ദുനിയാവിലുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ കരയണത്. എനിക്കിനെ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു പറയാൻ. സുഹൃത്തുക്കളെ, അവരുടെ ഈമാൻ എവിടെ? നമ്മുടെ ഈമാൻ എവിടെ? നമ്മളെ നിസ്കാരത്തെ ഭാരമായി കാണുകയാണ്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, നിനക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ? നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ലേ? എന്നാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നക മഹറൂമുൻ കബിലാതുക ഖതീഅതുക, നിന്റെ പാപങ്ങൾ നിനക്ക് ബന്ധനം തീർത്തിരിക്കുകയാണ്. നിന്റെ തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ കൂടിയത് കാരണമാണ് നിനക്ക് നിസ്കരിക്കാൻ കഴിയാത്തത്. നമ്മൾ പലപ്പോഴും നേരിടുന്ന പ്രശ്നമല്ലേ? നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, നോമ്പ് നോക്കാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളായി മാത്രം ഒതുങ്ങിപ്പോകുന്നു. നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒരു നന്മയും ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മകൾ മുൻകടന്നു എന്നത് കാരണമാണ്. ഹദീസിൽ കാണാം, സുബ്ഹി നിസ്കരിക്കാത്ത ഒരാളെ മലക്കുകൾ വിളിക്കുമെന്ന യാ ഫാജിർ, തെമ്മാടി. അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളൊക്കെ പറ്റി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്യാത്ത തെമ്മാടിയായ മനുഷ്യ എന്ന് മലക്കുകൾ വിളിക്കുമെന്ന. ളുഹർ നിസ്കരിക്കാത്ത ഒരാളെ കുറിച്ച് യാ ഖാസിർ, ഓ പരാജയപ്പെട്ടു പോയവനെ, നീ പരാജയപ്പെട്ടു പോയില്ലടാ. ഈ ദുനിയാവിൻ്റെ വളവളപ്പിൽ, ദുനിയാവിൻ്റെ രസങ്ങളിൽ ലയിച്ചു ചേർന്നുകൊണ്ട്, ദുനിയാവ് മാത്രം ചിന്തിച്ചുകൊണ്ട് ആഖിറം മറന്നുപോയ പരാജയപ്പെട്ടവനെ എന്ന് ളുഹർ നിസ്കരിക്കാത്തവനെ കുറിച്ച് പറയുമെന്ന. അസ്ര നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളെ കുറിച്ച് യാ ആസി, ഓ തെറ്റ് ചെയ്യുന്ന ആളെ, തെറ്റ് ചെയ്യുന്നവനെ, അള്ളാഹു നന്മ കൊണ്ട് കൽപ്പിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാതെ തെറ്റിലൂടെ ജീവിതം ഉന്തിത്തള്ളുന്നവനെ എന്ന് മലക്കുകൾ വിളിക്കുമെന്ന. മഗ്രിബ് നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളെ കുറിച്ച് മലക്കുകൾ പറയും യാ കാഫിർ, ഓ സത്യനിഷേധിയേ എന്ന്. ഓ സത്യനിഷേധിയേ. സുഹൃത്തുക്കളെ, നിങ്ങളും ഓർക്കണം, നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം, ആ ഒരു വിളി എത്രമാത്രം ഗൗരവമുള്ളതാണ്. യാ കാഫിർ, ഓ സത്യനിഷേധിയേ എന്ന് മലക്കുകൾ വിളിക്കാൻ. ഇശാ നിസ്കരിക്കാത്ത ഒരാളെ കുറിച്ച് മലക്കുകൾ അവനെ വിളിക്കുന്നത് യാ മുളി, ഓ നഷ്ടത്തിലായവനെ, ലയ്യഅക്കല്ലാ, അള്ളാഹു നിന്നെ നഷ്ടത്തിലാക്കട്ടെ, അള്ളാഹു നിന്നെ
നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാക്കട്ടെ എന്ന് മലക്കുകൾ പറയുന്ന, മലക്കുകൾ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക നിസ്കരിക്കാത്തവരെ. അള്ളാഹു കാക്കുമാറാകട്ടെ. മലക്കുകൾ നമ്മളോട് കോപിച്ചു കൊണ്ടിരിക്കുകയാണ് നിസ്കാരം ഒഴിവാക്കുന്നവരെ. സുഹൃത്തുക്കളെ, ഈ ജീവിതം, ഈ ദുനിയാവ് താൽക്കാലികമാണ്. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. നാളെ ആഖിറത്തിലെത്തിയാൽ നിസ്കാരത്തിൻ്റെ കണക്ക് പറയാതെ നമുക്ക് വിജയമില്ല കേട്ടോ. നിസ്കരിക്കാത്ത നിസ്കാരങ്ങളുടെ പേരിൽ നാം ഒന്ന് ഖേദിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നിസ്കാരം മുടങ്ങാതെ മുറ പോലെ നിങ്ങൾ നിസ്കരിച്ചോ. മഹത്തുക്കൾ പറയുന്നുണ്ടല്ലോ, ഒരാൾ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം നിനക്ക് ഈമാനുണ്ടോ, നീ വിശ്വാസിയാണോ എന്ന. രണ്ടാമത്തെ ചോദ്യം നിന്റെ നിസ്കാരത്തിലെ ഗ്രേഡ് എന്താണ് എന്നാണ്. നീ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നത് വരെ നിന്റെ നിസ്കാരം എന്താണ്. നിസ്കാരം കല ആയാൽ വലിയ ഗൗരവമാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഒരു നിസ്കാരം കല ആക്കിയാൽ, നിസ്കരിക്കാതെ വിട്ടുപോയാൽ അവൻ നരകത്തിലാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ. നരകത്തിൻ്റെ കവാടത്തിൽ അവൻ്റെ പേരെഴുതി വെച്ചു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ. അതുകൊണ്ട് നമ്മൾ നിസ്കാരം മുടക്കാൻ പാടില്ല. ഏത് വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും, തിരക്കുള്ള സമയമാണെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കാതെയുള്ള ഒരു ദിവസം, ഒരു നേരം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിച്ചാൽ അല്ലാഹു മലക്കൂത്തിൽ ഒരു രൂപത്തെ സൃഷ്ടിക്കുന്നതാണ്. അന്ത്യനാൾ വരെ ആ രൂപം റുകൂഅ് ചെയ്യും, സുജൂദ് ചെയ്യും. അതിൻ്റെ എല്ലാം പ്രതിഫലം ഈ നിസ്കരിച്ച മനുഷ്യന് നൽകുന്നതാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോ നിസ്കാരം കുട്ടിക്കളിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അഷദ്ദുന്നാസി സരിഖത്തൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി. ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ കള്ളൻ ആരാണെന്നറിയോ സഹാബത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, അത് യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുന്നവനാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, എങ്ങനെയാണ് നബിയെ നിസ്കാരത്തിൽ മോഷണം നടത്തുക? ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ നബിയെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ വലാ വൽ ഖിറാഅത ഫീഹാ. സ്വഹാബത്തെ, നിസ്കാരത്തിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുകൂഉം സുജൂദും ഖിറാഅത്തൊന്നും പൂർത്തിയാക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മളെ പലരുടെയും നിസ്കാരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എങ്ങനെ അടിച്ചു വിടല്ലേ. നമ്മളെ ഖിറാഅത്ത് ഫാത്തിഹ, ആ ഫാത്തിഹയിൽ നിന്ന് ചിലപ്പോൾ പല ഹർഫുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തിൽ കളവ് നടത്തുക എന്നത് ഖിറാഅത്ത് പൂർത്തിയാക്കാതെ അവനെന്തോ കാട്ടിക്കൂട്ടിയിട്ട് പോക. ഖിറാഅത്ത് ശരിയായിട്ടില്ല, വളരെ പെട്ടെന്ന് നിസ്കരിക്കുകയാണ്, വളരെ സ്പീഡിൽ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരം ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവൂല, ഫാത്തിഹയിലെ ഹർഫുകളൊന്നും വെളിവായിട്ടുണ്ടാവൂല. സൂറത്തുൽ ഫാത്തിഹ എല്ലാ ഹർഫുകളും മഖ്റജ് അനുസരിച്ചുകൊണ്ട് കൃത്യമായി ഓതിയാലേ നിസ്കാരം ശരിയാവുള്ളൂ. അവിടുന്ന് ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഒരു ചെറിയൊരു സൂറത്ത് ഓതി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അസീം, സുബ്ഹാന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ റുക്കൂ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ സുജൂദ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ മോഷണം നടത്തിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുക, അഷദ്ദുന്നാസി സരിഖത്തൻ, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ മോഷ്ടാവ് യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ മോഷണം നടത്തിയവനാണ്. അതുകൊണ്ട് നമ്മളെ നിസ്കാരങ്ങളൊക്കെ എന്തായാലും നിസ്കരിക്കാൻ, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഖിറാഅത്തെല്ലാം തെറ്റില്ലാതെ ഓതാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്, സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പണ്ടത്തെ ഉമ്മമാര് പറയലുണ്ട്, ആർക്കോ വേണ്ടി നിസ്കരിക്കാതെ അവനാൻക്ക് വേണ്ടി നീ നിസ്കരിക്കടാ എന്ന് പറയലുണ്ട്. അപ്പോൾ ഉമ്മാനെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ബോധിപ്പിക്കാനോ അല്ല നമ്മളെ നിസ്കാരം. അത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റുന്ന നിസ്കാരമാകണം. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഒരു കടലിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രംഗം കണ്ടു. ഒരു ചെളിക്കുണ്ടിൽ ഒരു പക്ഷി
ആ ചെളിയിൽ ഇങ്ങനെ കുത്തിമറയാൻ, ആ ചെളിയിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ടോ ആ പക്ഷി കടലിൽ പോയി മുങ്ങുകയും ആ പക്ഷിയുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, ചെളിയെല്ലാം നീക്കുകയും ചെയ്തു. ആ പക്ഷിയെ കാണാൻ നല്ല മൊഞ്ചായി, നല്ല ചുറുക്കായി, നല്ല ഭംഗിയായി. പിന്നെയും ആ പക്ഷി വീണ്ടും ആ ചെളിക്കുണ്ടിൽ പോയിക്കൊണ്ട് ചെളിയിൽ ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെയും കടലിൽ പോയി മുങ്ങി ശരീരത്തിലെ മാലിന്യങ്ങൾ, ചെളിയെല്ലാം നീക്കി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊരു കൗതുകമായി. ഈ പക്ഷി 5 വട്ടം ഇത് ആവർത്തിച്ചു എന്നാണ്. ഇത് കണ്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഈസാ നബിയെ, ഇതുപോലെയാണ് ഈസാ നബിയെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, മുഹമ്മദീയ സമുദായത്തിന് അല്ലാഹു തആല 5 നേരം നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനെ ഉദാഹരണമാക്കിയാണ് അള്ളാഹു ഈ പക്ഷിയെ അയച്ചത്. അങ്ങക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷിയുടെ ശരീരത്തിലെ ചെളി ആ മനുഷ്യന്റെ പാപങ്ങളാണ്. കടലിലെ കുളി 5 നേരത്തെ നിസ്കാരമാണ്. ഓരോ നേരം നിസ്കരിക്കുമ്പോൾ, 5 നേരം നിസ്കരിക്കുമ്പോൾ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ് ഈസാ നബിയെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ബഹുമാനപ്പെട്ട ബറക്കത്ത് ഇബ്നു അബ്ദില്ലാഹി മുസ്നി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നമ്മൾ നിസ്കരിക്കുമ്പോൾ, മോളെ നീ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും. ലഅല്ലി ലാ ഉസല്ലി ഗൈറഹ, ഇനി അടുത്തൊരു നിസ്കാരം നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമോ, ഞാൻ ഉണ്ടായില്ലെങ്കിലോ എന്നുള്ള വിചാരത്തിലായിരിക്കണം നീ നിസ്കരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ടവർ പറയാൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു ഉമ്മ ഉണ്ടായിരുന്നു, നല്ല സ്വാലിഹത്തായ ഉമ്മയാണ്. ആ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മ നിസ്കരിക്കാൻ ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം കരയും, മുസല്ല കരയും, ആ ഉമ്മ ഓതാൻ ഉപയോഗിച്ച പരിശുദ്ധമായ ഖുർആൻ കരയും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഈ ഉമ്മ ആകാശത്തും ഭൂമിയിലുമായി എന്തിനെയെല്ലാം ഉപയോഗപ്പെടുത്തിയോ അതെല്ലാം കരയുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് ശേഷം പറഞ്ഞു, ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ, നിസ്കരിക്കാതെ തോന്നിവാസികളായി നടന്ന ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്നും അവന്റെ മരണത്തിൽ വേദനിക്കുകയില്ല, വിലപിക്കുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. സുഹൃത്തുക്കളെ, മഹാന്മാരെ രേഖപ്പെടുത്തിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാളുടെ സഹോദരി മരണപ്പെട്ടുപോയി. ആ സഹോദരിയെ മറവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സഹോദരന്റെ പണക്കിഴി ഖബറിൽ നഷ്ടപ്പെട്ടുപോയി. മറമാടലെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നതിന് ശേഷമാണ് തൻ്റെ പണക്കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ സഹോദരൻ സഹോദരിയെ മറവ് ചെയ്ത ഖബറിന്റെ അരികിലേക്ക് പോയി ഖബർ മാന്താൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഖബർ മാന്താൻ തുടങ്ങിയപ്പോൾ ആ ഖബറിൽ നിന്ന് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരൻ ബേജാറായിപ്പോയി, സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മാന്റെ അരികിലേക്ക് ഓടിപ്പോയി. ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മാ അഖ്ബിർനി അൻ ഉഖ്തി, ഉമ്മ നമ്മുടെ പെങ്ങളെങ്ങനെയായിരുന്നു ഉമ്മ, ഉമ്മയുടെ മകളെങ്ങനെയായിരുന്നു ഉമ്മ, വമാ കാനത്ത് തഅമലൂ, അവൾ എങ്ങനെയായിരുന്നു ഉമ്മ ജീവിച്ചിരുന്നത്, അവളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു ഉമ്മ. ഈ ചോദ്യം കേട്ട ഉമ്മ മകനോട് വിവരം ചോദിക്കുകയാണ്. മോനെ, നീ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? ഉമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഉമ്മ മകനോട് പറയുകയാണ്, യാ വലദീ കാനത്ത് ഉഖ്തുക തതഹാവനു ബിസ്സലാ വതുഅഖിറു അൻ വഖ്തിഹാ. മോളെ, മോനെ, നമ്മുടെ പെങ്ങൾ, നിന്റെ പെങ്ങളുണ്ടല്ലോ,
അവൾ നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവളായിരുന്നു മോനെ. നിസ്കാരത്തെ ആ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവളായിരുന്നു മോനെ. നിസ്കാരം നിസ്സാരമായി കാണുന്നവളായിരുന്നു. നമ്മളൊക്കെ പലരും മൊബൈലുമ കളിച്ചുകൊണ്ട് റീൽസും മറ്റേതൊക്കെ കണ്ടുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. നിസ്കരിക്കാൻ ഇങ്ങനെ കരുതി അവസാനം ളുഹറിൻ്റെ സമയം കഴിഞ്ഞ് അസറിലേക്ക് പോയിട്ടുണ്ടാവും. എത്രയോ നിസ്കാരങ്ങൾ നാം അശ്രദ്ധമായി നഷ്ടപ്പെടുത്തിപ്പോയി. എത്രയോ നിസ്കാരത്തിൻ്റെ സമയത്തെ തൊട്ട് നാം പിന്തിച്ചുപോയി. അല്ലാഹു തആല പുറത്തു തരട്ടെ, അല്ലാഹു തആല മാപ്പാക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. നിസ്കാരം നാം മുറ പോലെ നിസ്കരിക്കണം. നിസ്കരിക്കാത്ത ഹതഭാഗ്യരിൽ നാം പെട്ടുപോകാൻ പാടില്ല. നിസ്കരിക്കുന്ന വിജയികളിൽ നാം ഉൾപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിസ്കാരത്തിൻ്റെ വാർഷികം വരുന്ന അവസരത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നത്, നിസ്കാരം നാം മുടക്കാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം അശ്രദ്ധവാന്മാരാകാൻ പാടില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ സദസ്സും ഇതിനോടനുബന്ധമായി നാം ചെയ്ത പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സംസാരം സ്വീകരിക്കുമാറാകട്ടെ. ഈ സംസാരം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റജബ് അല്ലാഹു നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക് നാം ദുആ കൊണ്ട് കടമപ്പെട്ട ആരൊക്കെയുണ്ടോ എല്ലാ ആളുകൾക്കും, സഹോദരന്മാർ, അവരുടെ മക്കൾ തുടങ്ങി ശിഷ്യന്മാർ, എല്ലാ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിസ്കരിച്ച നിസ്കാരങ്ങളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.